ആധാർ സംബന്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ആധാറിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആധാറിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട പ്രാധാന്യവും ഫോൺ നമ്പർ എങ്ങനെയെല്ലാം രീതിയിൽ നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ST ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനലിൽ ആധാറിനെ പറ്റിയിട്ടുള്ള വിവിധ തരം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആധാർ എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ നിത്യജീവിതത്തിൽ എന്നുള്ളത്. അപ്പോൾ ഈ ആധാർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുവാനായി നമുക്ക് സ്വന്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് സ്വന്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പരിമിതിയുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ആധാറിലെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അപ്ഡേഷൻ സെൻറ്ററിൽ തന്നെ പോവുക. അപ്പോൾ നമ്മുടെ കിടങ്ങന്നൂരുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ അത്യാധുനിക ടെക്നോളജിയോട് കൂടിയുള്ള ഈ പറഞ്ഞ ബയോമെട്രിക് സംവിധാനം ആധാറിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായി നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആധാറിലെ ഫോൺ നമ്പറുമായിട്ട് അപ്ഡേറ്റ് ആകും. അപ്പോൾ നേരത്തെ നമ്മൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം എടുത്തു കഴിയുമ്പോഴേ നമുക്കത് അപ്ഡേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് എല്ലാ സെൻറ്ററുകളിലും ഈ ഓപ്ഷൻ ഇല്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള സെൻറ്ററുകളിലെ ഈ ഓപ്ഷനുള്ളൂ. നമ്മൾ ആധാർ എക്സാം പാസ്സായി ഈ പറഞ്ഞ പോലെ ആധാറിൻ്റെ എക്സാം പാസ്സായി കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വളരെയധികം പ്രൊസീജിയറിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ UIDA ഈ സംവിധാനം തരുന്നത്. നമ്മുടെ കിടങ്ങന്നൂരിൽ വളരെ ചുരുക്കം 1-2 സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ ഈ അപ്രൂവൽ ഉള്ളത്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ളത് നമ്മുടെ കിടങ്ങന്നൂരിലുള്ള CSC സെൻറ്ററിലാണ്. അതിൽ UCL ഡെമോഗ്രാഫിക് അപ്ഡേറ്റ് സെൻറ്റർ എന്നാണ് അതിന് നമുക്ക് കോമൺ സർവീസ് സെൻറ്ററിൽ പേര് പറയുന്നത്. അപ്പോൾ അതിൽ ഈ UCL സംവിധാനം ഭാരത് സർക്കാർ സംരംഭമായ കിടങ്ങന്നൂരിലുള്ള വിവരം കുറച്ച് ആളുകൾക്കറിയാം. അവർ അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരിലേക്കും കൂടെ അത് എത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഫോണിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അതിൽ 30 ദിവസത്തിനുള്ളിൽ ഇത് അപ്ഡേറ്റ് ആകുമോ എന്നുള്ളതാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ ഈ 30 ദിവസത്തിനുള്ളിൽ ഇത് അപ്ഡേറ്റ് ആയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ സെൻറ്ററിലേക്ക് വരേണ്ടതായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എമർജൻസി ആയിട്ട് ഇപ്പോൾ ആധാറിൽ ഫോൺ നമ്പർ ആവശ്യമുള്ളവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കും അവർക്ക് ഈ ആധാറിലെ ഫോൺ നമ്പർ വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ അടുത്തുള്ള ഈ സംവിധാനമുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആധാർ സംബന്ധമായിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൻറ്ററിൽ നേരിട്ടെത്തണം, നിങ്ങളുടെ ആധാർ കാർഡ് കയ്യിൽ കരുതണം, എന്നിട്ട് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ ആധാർ അപ്ഡേഷൻ ഫോമുണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരും. മെസ്സേജ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആധാർ സംബന്ധമായിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിലെ ഈ പറഞ്ഞ ഡെമോഗ്രാഫിക് അപ്ഡേഷനിലൂടെ നിങ്ങളുടെ കളഞ്ഞുപോയ ആധാർ അത് നമുക്ക് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഈ കളഞ്ഞുപോയ ആധാർ തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ള സെൻറ്ററുകളിൽ ആധാർ നമ്പർ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സെൻറ്ററിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ആധാറിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ നിലവിൽ നമ്മുടെ സെൻറ്ററിൽ ലഭ്യമാണ്. അപ്പോൾ ഈ സംവിധാനം നിങ്ങൾ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.